ഏവർക്കും 3 സ്റ്റോൺ വൈബ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കോവളം ബീച്ചിൽ ആണ്. കോവളം ബീച്ചിലെ കാഴ്ചകളും വിശേഷങ്ങളും കാണാം. ബീച്ചിലേക്ക് നമ്മളിപ്പം ജസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് കടൽ കാണാം. നല്ല ബ്ലൂയിഷായിട്ട് തന്നെ കിടപ്പുണ്ട്. സൈഡിലൊക്കെ കുറേ വണ്ടികൾ പാർക്ക് ചെയ്ത് കിടപ്പുണ്ട്. തൊട്ടടുത്ത് തന്നെ ബീച്ചിൻ്റെ ഇത് ലീല ബീച്ചാണ്. ബീച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു മുസ്ലിം പള്ളി കാണാം. നമ്മൾ ഇവിടോട്ട് ഇപ്പം തൽക്കാലം ഒന്ന് ഒതുക്കിയിട്ട് ചെറിയ ബീച്ചിൻ്റെ വ്യൂ ഒക്കെ ഒന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ തിരക്കില്ല. ബീച്ചിൻ്റെ ഓപ്പോസിറ്റായിട്ട് നല്ല വിശാലമായ പാർക്കിംഗ് ഏരിയ ഉണ്ട്. പാർക്കിംഗ് ഏരിയ ഗണേഷ് ടെമ്പിളിന് സമീപമാണ്. അമ്പലത്തിൻ്റെ വകയാണ് പാർക്കിംഗ്. സ്പീഡ് ബോട്ട് സർവീസൊക്കെ ഉണ്ട്. ആ കാണുന്ന ബിൽഡിങ് അത് ലീല റിസോർട്ടിൻ്റെയാണ്. അതുകൊണ്ടാണ് ഈ ബീച്ചിന് ലീല ബീച്ച് എന്ന് പറയപ്പെടുന്നത്. സ്പീഡ് ബോട്ടിൻ്റെ റേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1000, 1500, 3000. അതിങ്ങനെ ഓരോ ബീച്ചിലേക്ക് പോകുന്നതിൻ്റെ റേറ്റാണ്. സമയമുണ്ട് 10, 15, അരമണിക്കൂർ അങ്ങനെ. സ്പീഡ് ബോട്ട് ഇങ്ങനെ കടപ്പുറത്ത് ഇങ്ങനെ നിർത്തിയിട്ടേന്ന് കാണാൻ നല്ല രസമുണ്ട്. നല്ലൊരു കാഴ്ചയാണ്. ഇവിടുത്തെ യാത്ര ചെയ്യുന്നത് നല്ലൊരു ത്രില്ലിങ് എക്സ്പീരിയൻസ് തന്നെയാണ്. ഈ ബീച്ചിൽ നമുക്ക് എൻജോയ് ചെയ്ത് കുളിക്കാം. വലിയ ആഴമൊന്നുമില്ല. ഇവിടെയൊക്കെ നിന്ന് കുളിക്കാനാണെങ്കിൽ നല്ല രസമാണ്. സ്പീഡ് ബോട്ട് സ്റ്റാർട്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. സ്റ്റാർട്ടായിട്ടുണ്ട്. ഇതിലിരിക്കുന്നവരെ മാക്സിമം ത്രില്ലടിപ്പിക്കാനാണ് സ്പീഡ് ബോട്ട് ഓടിക്കുന്ന ആൾ ശ്രമിക്കുക. പാറക്കിടയിൽ കൂടെയൊക്കെ നല്ല സ്പീഡിൽ പോയി മാക്സിമം ത്രില്ലടിപ്പിച്ച് നമ്മുടെ പൈസ വസൂലാക്കുന്ന ഒരു പരിപാടിയിലേക്ക് അവർ മാക്സിമം ശ്രമിക്കും. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ലൈറ്റ് ഹൗസ് ബീച്ചിലാണ്. ലൈറ്റ് ഹൗസ് കാണാം. ഈ ചാരി കിടക്കുന്നതിനൊക്കെ റേറ്റ് ഈടാക്കുന്നുണ്ട്. അത് ഓരോരുത്തർ കൊണ്ടുവന്ന് ഇട്ടേക്കുന്നതാണ്. 100 രൂപയാണ് ഒരു ചാരി കസേരയ്ക്ക് ഈടാക്കുന്നത്. ഇവിടെ കാഴ്ചകളൊക്കെ കണ്ട് എൻജോയ് ചെയ്തിങ്ങനെ കിടക്കാൻ നല്ല രസമാണ്. അതിന് പുറകിലായിട്ട് കുറേ ബിൽഡിങ്ങും അതിനകത്ത് ലോഡ്ജും കടകളുമാണ്. ബീച്ച് ലവേഴ്സിന് ഇഷ്ടപ്പെടുന്ന ബീച്ചുകളൊന്നാകും കോവളം ബീച്ച്. വർക്കല ബീച്ചിനോടൊക്കെ കിടപിടിക്കുന്ന ഒരു ബീച്ച് തന്നെയാണ്. പ്രകൃതി ഭംഗി കൂടുതലും ഇവിടെ നിന്ന് തോന്നിയിട്ടുണ്ട്. കേരവൃക്ഷങ്ങളും ഒക്കെ ആയിട്ട് കേരവൃക്ഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്നൊരു ഏരിയയാണ് കോവളവും പരിസര പ്രദേശങ്ങളും. ലൈറ്റ് ഹൗസ് ബീച്ചിലെ ഈ ഭാഗമൊക്കെ കണ്ടപ്പോൾ എന്നെ വർക്കല ക്ലിഫിലെ ഒരു ഏരിയ ആയിട്ട് നല്ല സാദൃശ്യം തോന്നി. ഇവിടെ നിറയെ റെസ്റ്റോറൻറ്റ്സ്, ലോഡ്ജസ് ഒക്കെയാണ്. കുറച്ച് തുണിക്കടകളും എല്ലാം ഉണ്ട്. നല്ല റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഫോറിനേഴ്സ് ഒത്തിരി ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഭക്ഷണത്തിനൊക്കെ നല്ല ചാർജാണ് ഇവർ ഈടാക്കുന്നത്. ഇവിടെ വരുന്ന ഫോറിനേഴ്സിനെ സംബന്ധിച്ച് ഇവിടെ തന്നെ നിന്ന് ഭക്ഷണം കഴിക്കേണ്ടി വരും. ഫോറിനേഴ്സ് മിക്കവരും ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കാം. സൺസെറ്റ് കാണാൻ വീണ്ടും ലീല ബീച്ചിലേക്ക് വന്നു. മനോഹരമായൊരു സൺസെറ്റ് കാണാൻ പറ്റി. സൺസെറ്റ് കഴിഞ്ഞുള്ള സമയമാണിപ്പോൾ. തിര ഇങ്ങനെ വന്ന് നമ്മുടെ കാലിലേക്ക് ഇങ്ങനെ വന്ന് അടിക്കുമ്പോൾ ഒരു പ്രത്യേക രസം തന്നെയാണ്. അത്യാവശ്യം ആൾക്കാരൊക്കെ നല്ല പോലെ ഉണ്ട്. കോവളം രാത്രിയിലേക്ക് കടക്കുകയാണ്. നൈറ്റ് കോവളത്ത് സ്റ്റേ ചെയ്തിട്ട് കോവളത്തോടെ യാത്ര പറഞ്ഞ് പോവുകയാണ്.
നല്ലൊരു അനുഭവമായിരുന്നു കോവളം. ബീച്ചൊക്കെ കണ്ടിങ്ങനെ പോവുകയാണ്. ശരിക്കും എൻജോയ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന നല്ലൊരു ബീച്ച് തന്നെയാണ് കോവളം ബീച്ച്. നമുക്ക് ലീല റിസോർട്ട് കാണാം. ലീല റിസോർട്ടിനോട് പറയാ ലീല എന്ന് എഴുതിയൊരു ബോർഡൊക്കെ കാണാം. ഇതാണ് കോവളം KSRTC സ്റ്റാൻഡ്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ 3 സ്റ്റാർ ഹോട്ടൽസ് ഒക്കെ കാണാം. ഇത് ഞാൻ ഇന്നലെ താമസിച്ച റിസോർട്ടാണ്. സീ ആൻഡ് സൗണ്ട് റിസോർട്ട്. അഫോർഡബിൾ റേറ്റാണ്. സ്വിമ്മിംഗ് പൂളും ഉണ്ട്. ഇവിടെ എല്ലാം ഒത്തിരി റൂംസൊക്കെ അവൈലബിൾ ആണ്. അഫോർഡബിൾ റേറ്റിൽ കിട്ടുന്നതും ഉണ്ട്. ഇവിടുത്തെ നല്ലൊരു റെസ്റ്റോറൻ്റാണ്. നല്ല ഫുഡാണ്. സീ ഫുഡൊക്കെ കിട്ടും. ടേസ്റ്റ് ഓഫ് കേരള എന്നാണ് റെസ്റ്റോറൻ്റ് പേര്. അങ്ങനെ മെയിൻ റോഡിലെത്തി യാത്ര തുടരുന്നു നേരെ വീട്ടിലേക്ക്. പുതിയ ഒരു വീഡിയോ ആയി വീണ്ടും കാണാം.